യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും പാടി. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും പാടി. പുകഴ്ത്തി 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 പാടി പുകഴ്ത്തി 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 പാടി പുകഴ്ത്തി പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും പാടി. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും പാടി. യേശുവിൻ രാജത്വം നിത്യമേ ആധിപത്യവും സന്തതമാമേ. യേശുവിൻ രാജത്വം നിത്യമേ ആധിപത്യവും സന്തതമാമേ. സേവിക്കുമേ ഒരു സന്തതി വന്ദിക്കുമേ അവർ നിന്നീതി. സേവിക്കുമേ ഒരു സന്തതി വന്ദിക്കുമേ അവർ നിന്നീതി. വർണ്ണിക്കും ഹീനനും യേശുവിൻ നന്മയും ഓർമ്മയെ. വർണ്ണിക്കും ഹീനനും യേശുവിൻ നന്മയും ഓർമ്മയെ. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും പാടി. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും പാടി. കൃപയും ദീർഘക്ഷമയും മഹദയയും കരുണയുമുള്ളോ. കൃപയും ദീർഘക്ഷമയും മഹദയയും കരുണയുമുള്ളോ. നല്ലവനവനെല്ലാവർക്കും തൻ പ്രവൃത്തികളോടുമെല്ലാം. നല്ലവനവനെല്ലാവർക്കും തൻ പ്രവൃത്തികളോടുമെല്ലാം. വന്നിടിൻ വന്നിട്ടിൻ യേശുവിൻ സ്നേഹമാം പാടിനാം. വന്നിട്ടിൻ വന്നിട്ടിൻ യേശുവിൻ സ്നേഹമാം പാടിനാം. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും പാടി. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും പാടി. ശരുരിൻ പരിനേ പുഷ്പവേ 10,000-ത്തിലും ശ്രേഷ്ഠരേ. ശരുരിൻ പരിനേ പുഷ്പവേ 10,000-ത്തിലും ശ്രേഷ്ഠരേ. വെണ്ണയും ചുവപ്പുമുള്ളവൻ പ്രാണപ്രിയൻ സുന്ദര രക്ഷകൻ. വെണ്ണയും ചുവപ്പുമുള്ളവൻ പ്രാണപ്രിയൻ സുന്ദര രക്ഷകൻ. ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൻ രാജനെ എന്നുമേ. ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൻ രാജനെ എന്നുമേ. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും പാടി. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും പാടി. ആദിനും അന്ത്യനും വന്ധ്യനും ആദിജാതനും എന്നും അനന്യനും. ആദിനും അന്ത്യനും വന്ധ്യനും ആദിജാതനും എന്നും അനന്യനും. സത്യവും ജീവനും മാർഗവും നിത്യപിതാവും എന്നുടെ ദുർഗവും. സത്യവും ജീവനും മാർഗവും നിത്യപിതാവും എന്നുടെ ദുർഗവും. വിളിച്ചോൻ വിശ്വസ്തൻ വീണ്ടും വരുന്നവൻ അവനെ. വിളിച്ചോൻ വിശ്വസ്തൻ വീണ്ടും വരുന്നവൻ അവനെ. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും പാടി. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും പാടി. പാപവും
യെരൂശലേമിൽ. പാപവും യാതൊരു ശാപവും ഇല്ലിനി യെരൂശലേമിൽ. ശുഭ്രമാം ജീവജലനദി ജയിക്കുന്നോർ പങ്കാം ജീവവൃക്ഷം. ശുഭ്രമാം ജീവജലനദി ജയിക്കുന്നോർ പങ്കാം ജീവവൃക്ഷം. ജയിപ്പിൻ കുഞ്ഞാട്ടിൽ സ്വർഗസിംഹാസനേ. ജയിപ്പിൻ കുഞ്ഞാട്ടിൽ സ്വർഗസിംഹാസനേ. യേശുവേ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായിരിക്കണം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറവികളെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരു കാത്തിരിപ്പിലാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തതും എന്നാൽ കേട്ടിട്ടുള്ളതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ മഹത്വകരമായ ഒരു അനുഭവത്തിനു വേണ്ടി അവർ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിന് അവർക്ക് ശക്തി പകരുന്നത് ഭാഗ്യകരമായ ഒരു പ്രത്യാശയാണ്. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവാണ്. യേശുവിൻ്റെ മടങ്ങിവരവാണ് ദൈവമക്കളുടെ ആ ഭാഗ്യകരമായ പ്രത്യാശ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വായിക്കുന്നു: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. തീത്തോസിന്റെ ലേഖനത്തിലാണ് ഈ വാക്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രിയരെ, ഈ പ്രത്യാശയാൽ ഹൃദയം നിറഞ്ഞിരിക്കുകയും ആ പ്രത്യാശയാൽ വിശ്വാസ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ വയ്ക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ ഭാഗ്യവാന്മാരാണ്. ആ പ്രത്യാശ നമ്മെ ഇന്നും ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രത്യാശയാൽ നിറയപ്പെട്ടവരുടെ ഇവിടുത്തെ ജീവിതം അത്ര സുഖകരമാകണമെന്നില്ല. വിവിധ നിലയിലുള്ള കഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ അവർ നേരിടേണ്ടവരാണ്. എന്നാൽ അതൊക്കെ അവർ സന്തോഷത്തോടെയും യേശുക്രിസ്തുവിൻ്റെ സമാധാനത്താലും അവർ അനുഭവിക്കുവാൻ തയ്യാറാകുന്നു. കാരണം അവരിൽ ആ വിശേഷമായ പ്രത്യാശ നിറഞ്ഞിരിക്കുകയാണ്. അവർ കാണാത്തതിനായി പ്രത്യാശിക്കുന്നു. ആ നല്ല നാൾ അവർക്ക് അടുത്തിരിക്കുന്നു എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കഷ്ടതകൾ നിലനിൽക്കുന്നതല്ല എന്നും വേഗം കഴിഞ്ഞു പോകുന്നതും അവരുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വേഗം നടക്കുമെന്നും അവർക്കറിയാം. ഈ പ്രത്യാശ നിമിത്തമാണ് അപ്പോസ്തലനായ പൗലോസ് തനിക്ക് മുൻപിൽ വന്ന കഷ്ടതകൾ സന്തോഷത്തോടെ സഹിച്ചത്. ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 28-20 വാക്യത്തിൽ അങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത്. പ്രത്യാശ നിമിത്തം നമ്മുടെ ഏത് കഷ്ടങ്ങളെയും സഹിപ്പാൻ ദൈവം നമുക്ക് കൃപ പകരുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുന്നവനായിരിക്കണം ഒരു വിശ്വാസം. നാം പ്രത്യാശ വച്ചിരിക്കുന്നത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, നമുക്ക് ജീവനുള്ള വാഗ്ദത്തങ്ങൾ നൽകി തന്നിരിക്കുന്ന യേശുക്രിസ്തുവിലാണ്. ഈ ആയുസ്സിൽ നടക്കുന്ന ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നാം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നത് എന്ന് ഓരോ വിശ്വാസിയും തിരിച്ചറിയണം. ഈ ആയുസ്സിൽ മാത്രമുള്ളതിനു വേണ്ടിയാണ് പ്രിയരെ നാം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നത് എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, സകല മനുഷ്യരിലും വെച്ച് നാം അരിഷ്ടന്മാരായി പോകും. 1 കൊരിന്ത്യർ 15 വായിക്കുന്നത്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്നുള്ളതാണ്. ക്രിസ്തു മടങ്ങി വരികയും തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധരെ പിതാവിനരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും എന്ന വാഗ്ദത്ത നിവൃത്തിക്കായി കാത്തിരിക്കുന്ന വേർപെട്ട ദൈവമക്കൾ പ്രത്യാശയോടെ അവർ കാണാത്തതിനെ തന്നെ നോക്കി പാർത്തിരിക്കുന്നു. അതേ പ്രിയരെ, നാം കാണാത്തതിനെ തന്നെ പ്രത്യാശിക്കുകയാണ്.
അവൻ നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ നിരവധിയുണ്ട്. അവൻ ഇരിക്കുന്നിടത്ത് നമ്മെയും കൂട്ടിക്കൊണ്ടു പോകും എന്നത് ശ്രേഷ്ഠകരമായൊരു വാഗ്ദത്തമാണ്. അവനെപ്പോലെ തന്നെ നാമും ആയിത്തീരും എന്നുള്ളത് അനുഗ്രഹമായ വാഗ്ദത്തമാണ്. കാഹളം ധനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് രൂപാന്തരം സംഭവിച്ച് നാം അവനോടൊപ്പം സദൃശ്യന്മാരായിത്തീരും. എബ്രായ ലേഖനം 10 വായിക്കുന്നത്, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ എന്നുള്ളതാണ്. അതൊരു ഉറപ്പ് നമുക്ക് നൽകി തരികയാണ്. നമുക്കുള്ള വാഗ്ദത്തങ്ങളെ അവൻ നിറവേറ്റി തരാൻ വിശ്വസ്തനാണ് എന്ന് ദൈവവചനം അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നു. പ്രിയരെ, അതിനായി നാം എന്ത് ചെയ്യണമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യത്തിൽ അങ്ങനെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. കുടപ്പിറപ്പുകളെ, ഇവിടെ ഉള്ളതിൽ മാത്രം, ഇവിടത്തേക്ക് മാത്രം ആയിരിക്കരുത് നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ പുരുഷൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിൽ പ്രത്യാശ അർപ്പിച്ച് അവന്റെ വരവിന് വേണ്ടി നാം നമ്മെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് അവന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കുവാൻ കഴിയണം. ആ കാത്തിരിപ്പിൽ ഒരു മടുപ്പ് തോന്നരുത്, പിന്തിരിഞ്ഞു പോകരുത്. നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ നേരമാകും. പ്രത്യാശയോടെ ഉണർന്ന വീണ്ടും ആ കാത്തിരിപ്പ് തുടരുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ തിരുവചനത്തിൻ്റെ ശബ്ദം കേട്ട ഞങ്ങളുടെ പ്രത്യാശ ഉണർത്തുന്ന, ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ചില മുന്നറിയിപ്പുകൾ നൽകി തരുന്ന, ഞങ്ങളുടെ വിശ്വാസത വർദ്ധിപ്പിക്കുന്ന തിരുവചനത്തിൻ്റെ ഭാഗങ്ങൾ ഞങ്ങൾ കേട്ട് ബലപ്പെട്ട് ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ കർത്താവെ, ഓരോ ആവശ്യങ്ങളുടെ മുഖത്തും കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കർത്താവിൽ നിന്ന് മറുപടികളും ആലോചനകളും വിടുതലുകളും പ്രാപിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഇന്ന് പകലിലും തുടർന്നുള്ള നാളുകളിലും ഞങ്ങളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. വചനം കേട്ട് ആ വചനത്തിൻ്റെ പ്രത്യാശയിൽ നിലകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിൽ കൂടി മറ്റുള്ളവരിലേക്ക് പ്രത്യാശ പകരണമേ കർത്താവേ. അവരിൽ കൂടി മറ്റുള്ളവരിലേക്ക് ഈ അറിവിനെ പകരണമേ. ഞങ്ങൾ കൂടി അനേകർ ഈ പ്രത്യാശയിൽ ജീവിക്കുവാൻ ഇടയാക്കി തീർക്കണമേ. പ്രാർത്ഥനകൾക്ക് നമുക്കായി സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പുഷ്പമേ, 10,000-ത്തിലും ശ്രേഷ്ഠനേ. ശരുരിൻ പനിനീർ പുഷ്പമേ, 10,000-ത്തിലും ശ്രേഷ്ഠനേ. വെണ്ണയും ചുവപ്പുമുള്ളവൻ, പ്രാണപ്രിയൻ സുന്ദര രക്ഷകൻ. വെണ്ണയും ചുവപ്പുമുള്ളവൻ, പ്രാണപ്രിയൻ സുന്ദര രക്ഷകൻ. ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൻ രാജനേ എന്നുമേ. ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൻ രാജനേ എന്നുമേ. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി, നാം രക്ഷകനെ എന്നും വാഴ്ത്തി. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി, നാം രക്ഷകനെ എന്നും വാഴ്ത്തി. ആദിനും അന്ത്യനും വന്ധ്യനും, ആദിജാതനുമെന്നും അനന്യനും. ആദിനും അന്ത്യനും വന്ധ്യനും, ആദിജാതനുമെന്നും അനന്യനും.
പുകട്ടി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. പാപവും യാതൊരു ശാപവും യെരൂശലേമിൽ, പാപവും യാതൊരു ശാപവും യെരൂശലേമിൽ. ശുഭ്രമാം ജീവജലനദി ജയിക്കുന്നോർ പങ്കാം ജീവവൃക്ഷം. ശുഭ്രമാം ജീവജലനദി ജയിക്കുന്നോർ പങ്കാം ജീവവൃക്ഷം. ജയിപ്പിൻ കുഞ്ഞാട്ടിൽ സ്വർഗസിംഹാസനേ, ജയിപ്പിൻ കുഞ്ഞാട്ടിൽ സ്വർഗസിംഹാസനേ.